ഓക്കെ. ടീച്ചേഴ്സ്, നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ബാച്ച് 11 മൂന്നാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും മനസ്സിലാക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം, എയുടെ സഹായത്താൽ പോസ്റ്റർ തയ്യാറാക്കാം. എന്താണ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് ചെയ്യുന്ന ചില ആഗോളതലത്തിൽ കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പിന്നെ ക്യാൻവ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മലയാളം പോലുള്ള പോസ്റ്ററുകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, മലയാളം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം, സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നോക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം ക്ലാസ് റൂമിലേക്ക് കിടക്കുക. പതിവ് പോലെ ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുക. ഞാനൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഡിസൈനിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കൂ. ഞാനതിനെ ഓടിച്ച് പറയുന്നതാണ്. തിയറി നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഇന്നത്തെ ക്ലാസ് ടൈം വിഷയം വരും. ഇതിൽ പറയുന്ന മൊത്തം കാര്യങ്ങളെ ഒന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പോസ്റ്റർ എടുത്ത് വെച്ച് കാണിക്കില്ല. എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയുകയാണേ. അപ്പൊ ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ. ഇതാണ് ആ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറയും. പറയാനായിട്ട് ഞാൻ കുറച്ച് പോസ്റ്ററുകളാണ് സഹായത്തിനായിട്ട് എടുക്കുന്നത്. പോസ്റ്ററുകൾ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് മലയാളം പോസ്റ്റർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു സൈറ്റ് ഉണ്ട്. അതൊരു സോഷ്യൽ മീഡിയ സൈറ്റ് ആണേ. പിൻട്രസ്റ്റ് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ക്രീനിൽ കാണാൻ തോന്നും. പിൻട്രസ്റ്റ്, PINTEREST, പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ സൈറ്റ് വരും. അതിനകത്ത് വേറെ പ്രത്യേകതയൊന്നുമില്ല. അത് നമ്മൾ ഗൂഗിളിൽ ഇമേജ് സെർച്ച് ചെയ്യുന്ന പോലെ മറ്റൊരു ടൂളാണ്. ഇതിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ളതൊന്നും വരത്തില്ല, ഡിസൈനുകൾ മാത്രം കാണിക്കും. നമുക്ക് കുറെ സാമ്പിൾ ഡിസൈൻ വേണമെങ്കിൽ ഇതുപോലത്തെ പിൻട്രസ്റ്റ് പോലുള്ള സൈറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിൽ നല്ല രസമുള്ള ഡിസൈൻസ് ഒക്കെ കിട്ടും. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണല്ലേ. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ഡേ പോസ്റ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ? അതിനകത്തോടുള്ള ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട രസമുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ കണ്ടിട്ട് എന്താ ചെയ്യാൻ പറ്റിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ കണ്ടിട്ട് അതുപോലെ നമ്മൾ ചെയ്യും. അപ്പോൾ പിൻട്രസ്റ്റിലാണ് പറയുന്നത്. അപ്പൊ ഈ ഡിസൈനിങ്ങിന്റെ ഫണ്ടമെന്റലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് പല തരത്തിലുള്ള ഡിസൈൻ ഉണ്ട്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരാപ്പിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തിട്ട് തന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ടേബിൾ എന്ന് വെച്ചോ, ആ ടേബിൾ നിറച്ച് ബുക്കുകളാണ്. ഒരു ടേബിളുണ്ട്, അതിൻ്റെ അകത്ത് നിറച്ച് ബുക്കുകളാണ്. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്ക് എന്താ സാധാരണഗതി തോന്നും, അങ്ങോട്ട് നോക്കാനേ തോന്നില്ല അല്ലേ. ഒരു ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ച് ഇതാണ് ഡിസൈനിങ്ങിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ പറയാറുള്ളത്. സിമ്പിൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഒരു സാധനം. ഇപ്പൊ ഒരു പോസ്റ്ററിൽ മാത്രം നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരികയാണെ, ഈ പ്രാക്ടിക്കറ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും
ഒരു ഐഡിയ ഉണ്ട് അല്ലെ? ഈ പിക്ചർ കാണുമ്പോൾ ഒരു കൈ ഉണ്ട്, ഗ്ലൗസ് ഇട്ട മറ്റൊരു കൈ. അത് ഡോക്ടർ ആയിരിക്കും, ഡോക്ടർ കൈ താങ്ങും എടുക്കുന്നതായിട്ട്. ആ ഡിസൈനിൽ തന്നെ ഐഡിയ ഫുള്ളുണ്ട്. അത് കൺവേ ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന പോസ്റ്ററുകളിൽ ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുവരണം. വലിച്ചു വാരി കണ്ടന്റുകളൊന്നും അതിനകത്ത് വയ്ക്കരുത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വയ്ക്കാം. അത് മെയിൻ സാധനങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് വലുതാക്കി വെക്കണം. മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ പേര്, നമ്മൾ കൊടുക്കുന്ന മെയിൻ ടാഗ് ലൈന്, ഇതൊക്കെ വലുതാക്കി കൊടുക്കുകയും അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് താരതമ്യം മറ്റ് ഡേറ്റുകൾ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെറുതാക്കി വെക്കാം. കാരണം ഇത്രയും താല്പര്യമുള്ള ആളുകൾ ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കും, കൂടുതൽ ശ്രദ്ധിച്ച് നോക്കും. ഈ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അതാണ് ഒരു ഡിസൈനിന്റെ, വളരെ സിമ്പിൾ ആയിരിക്കണം. ഇനി കളറുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് കളേഴ്സേ വരാം. ഈ കാണുന്ന പോസ്റ്റർ ഞാൻ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുന്ന പോസ്റ്ററിൽ വൈറ്റ് ആണ്, 60% വൈറ്റ് ആണ് ഉപയോഗിച്ചത്. 60-30-10 അങ്ങനെ ഒരു റൂളുണ്ട്. ആഗോളതലത്തിൽ കീപ്പ് ചെയ്യുന്നതാണ് 60-30-10 എന്ന് പറയുന്ന റൂൾ. ഒരു പോസ്റ്ററിലാവാം, സിനിമയിലാവാം, എല്ലാ കാര്യത്തിലും ഒരു, കാരണം ആളുകളുടെ ശ്രദ്ധ മറ്റു സാധനത്തിലോട്ട് പോവാതെ മെയിൻ സാധനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നതാണ്. ഈ പോസ്റ്ററിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പോ 60 എന്ന് പറയുന്നത് ഒരു വൈറ്റ്, ഒരു വൈറ്റിഷ് ആണ് ഇതിൽ ഒരു 60ഓളം വന്നേക്കുന്നത്. 30 നമുക്ക് ഈ ബ്രൗൺ കളറോളം നമുക്ക് പറയാം. അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഒത്തിരി കളറൊന്നും അവർ അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു 10 വേണമെങ്കിൽ ബ്ലൂ പറയാം. ഇത് എക്സാക്ട് എങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. ഇതിലുമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ ഡിസൈനേഴ്സ് അല്ല, ടീച്ചേഴ്സ് ആണ്. എങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഫണ്ടമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകണുള്ളൂ. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്ക്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കണം, കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ആദ്യം വിചാരിക്കും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഒരു പിള്ളേരെ അഡ്മിഷൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ ചെയ്ത എല്ലാ കാര്യവും ഒന്ന് എടുത്ത് ഇതിൽ പോസ്റ്ററിൽ വയ്ക്കാം, അങ്ങനെ പിള്ളേർ വരും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് വേണ്ട മെയിൻ സാധനം, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം മതി, ഒരു ക്യാപ്ഷൻ മാത്രം മതി. അതിനോടൊപ്പം മറ്റു സാധനങ്ങൾ ചെറുതായിട്ടും അതിന്റെ ലേഔട്ട് ഒക്കെ സ്കിപ്പ് ചെയ്ത് ഒക്കെ പോകും. ഇനി ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത്? അല്ല, ഇതൊക്കെ ചെയ്യുന്ന AI ആണ്. AI ചെയ്യുമ്പോൾ ഈ റൂളുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. 2 അല്ലെങ്കിൽ 3 കളർ മാത്രമേ പാടുള്ളൂ. പിന്നെ പിന്നെ എന്നൊക്കെ പറയണമെങ്കിൽ ഫോണ്ടിന്റെ കാര്യത്തിൽ കൂടെ പറഞ്ഞ് ഞാൻ ഈ തിയറി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കളറിന്റെ കാര്യത്തിൽ 2 അല്ലെങ്കിൽ 3 കളർ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഫോണ്ട് ഒന്നും അധികമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 1 അല്ലെങ്കിൽ 2, അതിൽ കൂടുതൽ വരരുത്. ഒരു കൂടുതൽ പേജുകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ എല്ലാത്തിലും സെയിം ആയിരിക്കണം ഫോണ്ട്. ഒരു 10 പേജുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്തിട്ടുന്നതെങ്കിൽ 10ലും സെയിം ഹെഡിങ്ങിന്റെ സൈസ് സെയിം ആയിരിക്കണം, സെയിം ഫോണ്ട് ആയിരിക്കണം, എല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടായി. അത്രയോ. അപ്പൊ ഇനി നമുക്ക് വർക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ഒരു പോസ്റ്റർ എടുക്കുകയാണ്, മലയാളം പോസ്റ്റർ. അതുപോലെ നമ്മൾ ചെയ്യും, നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റർ എടുക്കുക. ഞാനിപ്പോൾ മലയാളമാണ് അടിച്ചു കൊടുക്കുന്നത്. മലയാളത്തിൽ നല്ല രസമുള്ള മലയാളം പോസ്റ്ററുകൾ കിട്ടും കേട്ടോ. അതിന് മലയാളം മല മല ഏ ഇല്ല, മലയാളം പോസ്റ്റർ. മലയാളം പോസ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രസമുള്ള ഒരു പോസ്റ്റർ കിട്ടും. ഇവിടെ മുതലാണ്, ഇതുവരെ ഞാൻ പറഞ്ഞ തിയറിയാണ്. ഇനി കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരി, ഉറങ്ങിയിരിക്കുന്ന ടീച്ചേഴ്സ് ഒന്ന് കടകുടഞ്ഞ് എഴുന്നേൽക്കുക. നമ്മൾ ഇനി പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പോവുകയാണ്. ഓക്കെ, എത്ര പേരുണ്ട്? 37 പേരാണ്. നമുക്ക് ഉണ്ടാക്കാം. ഈ കാണുന്നതിൽ ഏത് പോസ്റ്റർ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ കാണുന്ന ഒരു പയ്യൻ നിപ്പുണ്ട്. ഇനി നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ച അടിപൊളി പോസ്റ്ററുകളുണ്ട്. നല്ല രസമുള്ള വെച്ച് തയ്യാറാക്കിയ പോസ്റ്ററാണ്. കാണുമ്പോൾ അറിയാം. നമ്മൾ എന്ത് ചെയ്യും? ഈ പോസ്റ്ററിന്റെ ഒരു കോപ്പി എടുക്കും. ഈ കാണുന്ന ഈ പോസ്റ്ററിന്റെ ഒരു കോപ്പി എടുക്കുക. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുക്കാം. നിങ്ങൾ ഫോണിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞെക്കി പിടിച്ച് വയ്ക്കുമ്പോൾ സേവ് വരും.
അങ്ങനെ സേവ് ഇമേജ് അസ് കൊടുത്ത് നമ്മുടെ ഗാലറിയിൽ കൊണ്ടുവരാം. കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നോട്ട് കുറിക്കുന്നവരുണ്ടെങ്കിൽ കുറിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റിൽ കാണുന്ന ഒരു ഇമേജിന്, ഏതെങ്കിലും ഒരു ഇമേജിന്, അതിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് സേവ് ചെയ്യുക. ആദ്യത്തെ ഘട്ടം 1 സേവ് ചെയ്യുക. തുടർന്ന് ചാറ്റ് ജി പി ടി ഓർ ജെമിനി എടുക്കുക. ചാറ്റ് ജി പി ടി ഓർ ജെമിനി വളരെ എളുപ്പമാണ്, സിമ്പിൾ പരിപാടി. അതിനെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. Ctrl+V, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. നമ്മൾ അവിടെ സെലക്ട് ചെയ്ത ആ പോസ്റ്ററിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് ലക്ഷ്യം വേണ്ടേ? ലക്ഷ്യം എനിക്ക് ഇതുപോലെ ഈ കാണുന്ന പോലത്തെ ഒരു പോസ്റ്റർ എന്റെ ബിസിനസ്സിന് വേണം. ഓക്കെ, ചിലപ്പോൾ മാറ്ററുകളിലൊക്കെ വ്യത്യാസം വന്നേക്കാം, അത് പ്രശ്നമില്ല. ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കണം, അവൻ പുഞ്ചിരിക്കണം, നല്ല രസമുള്ള കുറെ പുസ്തകങ്ങളും മറ്റും അങ്ങനെയൊക്കെ. ഇതേ ഒരു അറ്റ്മോസ്ഫിയർ, ഇതേ ഒരു സ്റ്റൈൽ, കളർ ടോണിലുള്ള മറ്റൊരു പോസ്റ്റ്. അപ്പൊ അതിനു വേണ്ടി താഴെ ഞാൻ എന്താ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ സാധ്യത? ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് തയ്യാറാക്കി തരാൻ പറയും. ഐ നീഡ് പ്രോംപ്റ്റ് ഫോർ generating similar poster. I need prompt for generating similar poster. ഫോണിൽ ചെയ്യുന്നവർക്ക് മലയാളത്തിലോ നിങ്ങളുടെ ഏതാണോ കൺവീനിയന്റ് ആയ ഭാഷയിൽ കൊടുക്കാമേ. പ്രോംപ്റ്റ് കിട്ടി. ഇത്തിരി നെടുനീളൻ പ്രോംപ്റ്റാണ്. ഓ, ഇത്തിരി വലുതാണ്. പ്രോംപ്റ്റ് ഒക്കെ ചെറിയ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇത് കൊടുക്കുക. മലയാളം വാക്കുകൾ കൂടെ തന്നിട്ടുണ്ട്. ഇതാണ് പ്രോംപ്റ്റ്. ഈ കാണുന്നുണ്ടല്ലോ, ഇത്രയാണ് അതിന്റെ പ്രോംപ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും നീളമുള്ള ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് പ്രോംപ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. എന്താണ് ഈ നെഗറ്റീവ് പ്രോംപ്റ്റ് എന്നൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണ പ്രോംപ്റ്റിനകത്ത് നെഗറ്റീവ് പ്രോംപ്റ്റും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. എന്തിനാണ് നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുക്കുന്നത്? നമ്മൾ ഊഹിക്കുകയാണ് ഈ പോസ്റ്റർ ഒരു പക്ഷേ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി ചെയ്ത് തരുമ്പോൾ ബ്ലറി ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ബ്ലൂ കളർ അല്ല വേണ്ടത്, ബ്രൗൺ കളറാണ് വേണ്ടത്. അപ്പം ബ്ലൂ കളർ അതിന് വരരുത് എന്ന് നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റിനകത്ത് നേരത്തെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല. അപ്പൊ വരാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ നെഗറ്റീവ് പ്രോംപ്റ്റിനകത്ത് നമുക്ക് കൊടുക്കും. നമ്മൾ ഇനി കഥയൊക്കെ പറയണ നിർത്താം, നമുക്ക് പ്രവൃത്തിയിലോട്ട് കിടക്കാം. ഇത്രയും കോപ്പി ചെയ്ത് എന്ത് എളുപ്പമുള്ള സ്റ്റെപ്പ് എന്നോ. ഇത്രയും കോപ്പി ചെയ്ത് വെച്ചു, വേറെ ഒന്നുമില്ല. ഇത്രയും കോപ്പി എടുത്ത് വെച്ച് ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഇതിന്റെ ചാറ്റിന്റെ ഓപ്ഷനിൽ തന്നെ പേസ്റ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ ഉള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെമ്മറിയിൽ ഈ ഫോട്ടോ കിടപ്പുണ്ട്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി തരും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ന്യൂ ചാറ്റ് കൊടുക്കാം. ന്യൂ ചാറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ചെയ്യാം. അപ്പോൾ ഒരു ഇമേജ് കിട്ടും. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് അത് ഇരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ഇതുപോലത്തെ ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം, പക്ഷെ നമുക്ക് നല്ലൊരു രസമുള്ള ഒരു പോസ്റ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടേ. വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കോപ്പി ചെയ്തു, ചാറ്റ് ജി പി ടി എടുത്ത് പേസ്റ്റ് ചെയ്തു. ഇവിടെ എവിടെ ചാറ്റ് ജി പി ടി എടുത്ത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഐ നീഡ് പ്രോംപ്റ്റ് ഫോർ ജനറേറ്റിംഗ് സിമിലർ പോസ്റ്റർ. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നല്ലല്ലോ. വേണമെങ്കിൽ ഞാനൊരു ക്ലാസ് റൂമിനകത്തൊന്ന് പേസ്റ്റ് ചെയ്ത് തരാം. പറയുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്തില്ലേ. ക്ലാസ് റൂമിൽ ഒന്ന് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടേ.
എണ്ണം പ്രോംപ്റ്റിനനുസരിച്ച്. പ്രോം ഓ ഇത്രയൊക്കെ ഒരു സിമ്പിൾ അലൈൻഡ് വേർഡ്സ്. ഓക്കെ, അത് കൊടുത്തപ്പോൾ ദാ ഒരു പോസ്റ്ററിന്റെ പ്രോംപ്റ്റ് കിട്ടിയേ. ഇത്രയാണ് ഞാൻ കോപ്പി ചെയ്തത്, അതിൻ്റെ അകത്ത് നെഗറ്റീവ് പ്രോംപ്റ്റ് അടക്കം. നിങ്ങൾക്ക് റിസൾട്ട് നോക്കണ്ടേ? അപ്പുറത്ത് പോകേണ്ടതായിട്ടുണ്ട്. ന്യൂ ചാറ്റ് എടുത്തു. ന്യൂ ചാറ്റിലാണ് കിടക്കുന്നത്. വന്നില്ല. വരട്ടെ. ഇനി മലയാളത്തിലുള്ള കുറച്ച് പോസ്റ്ററുകൾ നമ്മൾ നോക്കും. ആ മലയാളത്തിലുള്ള പോസ്റ്ററിൽ നമ്മൾ ക്യാൻവയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ തെറ്റുകൾ വരുന്നതിനെ നമ്മൾ തിരുത്തും. ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കേണ്ട ദിവസമാണ്. നിങ്ങൾ ഇതുവരെ ഒന്നാമത്തെ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളൊക്കെ കുറെ സംശയങ്ങളൊക്കെ വന്നു കാണാം. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഇന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് നമ്മൾ ഫലപ്രദമാകും. കാരണം ഒത്തിരി സംശയങ്ങൾ വരേണ്ടതാണ് ഇന്ന്. സംശയം ചോദിക്കാനായിട്ട് ചാറ്റ് ഉപയോഗിക്കുന്നുള്ളവർക്ക് അതിൽ ഉപയോഗിക്കാം. നേരിട്ട് ചോദിക്കുന്നുള്ളവർക്ക് അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലേ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനകരമാവും. പക്ഷെ ഇത് എന്തൊക്കെ സമയം പിടിക്കുന്നു? ഒരു 5 പിക്ചർ വരേണ്ട സമയമായി. പെട്ടെന്ന് വരൂ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? എൻ്റെ കൂടെ ചെയ്യുന്ന ആരെങ്കിലും ഉം, പറയാവോ? നിങ്ങൾക്ക് ആ നേരത്തെ കിട്ടുന്നുണ്ടോ? മൊത്തം ചാറ്റ് ജി പി ടിയുടെ പ്രശ്നമാണോ എന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലേക്ക് പോകും, മറ്റ് AI ടൂളിലേക്ക്. കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടിയിട്ടുണ്ടാവും. ആൽബി സാറിന് കിട്ടി. എനിക്ക് മാത്രമുള്ള പ്രശ്നമായി. ഇത്രയും സമയം പിടിക്കാൻ പാടില്ല. ക്രിയേറ്റ് ആൻ ഇമേജ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് തയ്യാറാക്കി. ഇമേജ് ഒന്നുമില്ല. പ്രോംപ്റ്റ് തന്നെ വീണ്ടും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് കയറണം. യെസ്, ജെമിനിയും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുകയാണെ. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ജെമിനി. ജെമിനിയിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഇവിടെ ഒരു കുറച്ച് സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ടേ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല. ഈ ഞാൻ ജെമിനി എടുത്തപ്പോഴേ ആദ്യം ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അത് കൊടുക്കുക. ചിലരുടെ താഴെ വീഡിയോ എനേബിൾ ആവും, ചിലർക്ക് കിട്ടത്തില്ല. അത് നോക്കില്ല. ക്രിയേറ്റ് ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. അപ്പൊ നമുക്ക് കുറേ ഈ മോണോക്രോം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇമേജുകൾ ജനറേറ്റ് ചെയ്യാനാണ്. കളർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടുള്ള ഇമേജുകൾ ജനറേറ്റ് ചെയ്യുക. അതിൽ സാമ്പിൾ തന്നേക്കുന്ന പോലുള്ള ഇമേജുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല വേണ്ട. എൻ്റെ കയ്യിൽ ഓൾറെഡി പ്രോംപ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി പ്രോംപ്റ്റ് ഉണ്ട്. യെസ്, കണ്ടല്ലോ. നമ്മൾ അവിടെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോംപ്റ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഏതാണോ വേണ്ടത് അതിന്റെ താഴെയായിട്ട് എനിക്കിപ്പോ ഇവിടെ ആയിട്ട് ഒരു സെന്റൻസ് കിട്ടണം. ഓക്കെ, എനിക്കതാണ് ക്വാളിറ്റി വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം അറിയാമല്ലോ. ഇനി നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ച അടിപൊളി.
ഈ വാക്ക് നമുക്ക് നടുക്ക് ടോപ്പിലായിട്ട് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് വേണ്ടി ഇതൊക്കെ എന്ത് കൊടുക്കാം? മംഗ്ലീഷ് കീബോർഡ് അടിച്ചു കൊടുക്കാം, മലയാളം എടുക്കാനായിട്ട്. ഇനി നിങ്ങളുടെ സ്കൂൾ അടിപൊളി. അടിപൊളി. അപ്പൊ ഇതിനെ നമുക്ക് ഈ നമ്മുടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയ ഇതിനകത്ത് കൊടുക്കാം. ബിഗ് ക്യാപ്ഷൻ എന്ന് നോക്കാം. ടോപ്പ് സെന്ററിൽ ബിഗ് ക്യാപ്ഷൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കണം. ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നത് നമ്മളൊരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ നമ്മളൊരു ഡിസൈനറിന്റെ അടുത്ത് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ തന്നെ നമ്മൾ അതുപോലെ ഇതിനകത്ത് കൊടുത്താൽ മതി. എനിക്കിത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള ആ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ചെയ്ത് കിട്ടും. ടോപ്പ് സെന്ററിൽ എനിക്ക് മുകളിൽ സെന്ററിലായിട്ട് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുടെ സ്കൂൾ അടിപൊളി. ഇവിടെ കൊടുത്തു. എന്തുവായിരുന്നു പ്രോംപ്റ്റ്? ക്രിയേറ്റ് എ പ്രീമിയം സിനിമാറ്റിക് പോസ്റ്റർ. അങ്ങേത് ഇതല്ലേ ഇവിടെ കൊടുത്തു. പ്രോംപ്റ്റ് തയ്യാറാക്കിയതില്ലെന്ന് നോക്കട്ടെ. പ്രോംപ്റ്റ് തയ്യാറാക്കിയതില്ലെന്നുള്ളത് നോക്കട്ടെ. എന്തുകൊണ്ട് തന്നെ പിന്നീടൊന്ന് ഒരിക്കൽ ഒന്ന് ചെയ്തു നോക്കാം. പേസ്റ്റ്. ഓ, കുറെ ഒന്നും വന്നിട്ടില്ല. അതാണ് സംഭവം. വന്നത് മതി, വന്നത് വെച്ച് നോക്കാം. ഇത് ജെമിനിയിൽ വരുന്നതേ. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നോക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് ചാറ്റ് ആണ് എടുക്കുക. ഉം. ഇനി നിങ്ങളുടെ സ്കൂൾ അടിപൊളി. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് കണ്ടല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഒരിക്കൽ കൂടെ പറയണേ. ചെയ്ത സ്റ്റെപ്പ് ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഒരിക്കൽ കൂടെ പറയണേ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് കൊടുത്തു, ചാറ്റ് GPT എടുത്തു, അതിനകത്ത് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നത് എനിക്ക് ഇതിന്റെ പ്രോംപ്റ്റ് ഉണ്ടാക്കി തരും. ഇല്ലേ? പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് ഇതുപോലൊരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയുന്നു. അത് തയ്യാറാക്കി തരും. അതിനെ കൊണ്ടുപോയി ന്യൂ ചാറ്റ് എടുത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ഈ ഫോട്ടോ എന്നല്ല, ഏത് തരം ഫോട്ടോ ആയിരുന്നാലും നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ്, ഇല്ലേ? വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. അതിന് മനസ്സിലായ രീതിയിൽ അത് വേറെ രീതിയിൽ തയ്യാറാക്കാം. പയ്യനുണ്ട്, ഈ സാധനങ്ങളൊക്കെ എടുത്തു. ഓരോ സോഫ്റ്റ്വെയറിലും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോ AI ടൂളുകൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ മാറ്റാൻ നമുക്കിപ്പോൾ അറിയാം, അല്ലേ? ദ ഫ്യൂച്ചർ ഓഫ് ഡിസൈൻ ഈസ് ഹിയർ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എനിക്ക് ഈ വാക്കിന് പകരം മറ്റൊരു വാക്ക് നമ്മൾ നമ്മുടെ അടിപൊളി എന്ന് കൊടുത്തതുപോലെ കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പൊ ആ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇങ്ങനത്തെ പോസ്റ്ററുകൾ നമ്മുടെ കയ്യിലൊരു പോസ്റ്റർ ഉണ്ടെങ്കിൽ അതുപോലെ മറ്റൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. ടീച്ചേഴ്സ് 44 പേരുണ്ട്, എന്നെ കൂടെ കൂട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ചെറിയ കാര്യം പറഞ്ഞോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഇതുപോലെ ഒരു പോസ്റ്റർ ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കാണുന്ന ഏതിനെയും നമുക്ക് തയ്യാറാക്കാം. ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഏത് ഡിസൈനിനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും.
മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട, സംശയങ്ങൾ ചോദിക്കാം. നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളെ വെറുതെ മനസ്സിൽ വെക്കണം. ഒരുപാട് രസമുള്ള പോസ്റ്ററുകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പോസ്റ്ററുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം. എല്ലാം AI-യിലായിരുന്നല്ലോ ഇത്തവണ എലക്ഷൻ. യെസ്. ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും? ഇല്ലെങ്കിൽ അടുത്തതിലേക്കിട്ട് കിടക്കാം. ആ സാറേ, എനിക്കൊരു സംശയമുണ്ടേ. ഉം. പറയൂ. ഈ ഫോണ്ട് നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഫോണ്ടിലുള്ള ടൈപ്പിംഗ് മാത്രമേ പറ്റുള്ളൂ, അതോ ആ, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡിസൈനോ ഇതിലൊന്നും ടൈപ്പിംഗ് മാറ്റാൻ പറ്റത്തില്ല? ഫോണ്ട് AI തയ്യാറാക്കി തരും. നിലവില് ഭയങ്കര പേര് വന്ന ഫോണ്ടുകളൊന്നും ഇല്ല. അട്രാക്റ്റീവ് ഫോണ്ട്, ഈ എംബോസ് ചെയ്തിരുന്ന പോലെയൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറയാനാണ് ഉള്ളത്. ഫോണ്ട് നെയിമായിട്ടാണോ ടീച്ചർ ഉദ്ദേശിച്ചത്? ആ, അതെ അതെ, പല ഡിസൈനിലെ ആ ഇപ്പം ആ. അപ്പൊ അത്രയും ഞാൻ പറയാം. ടീച്ചർ ഞാൻ വലുതല്ലാതെ ഒരു കാര്യം. പ്രൊജക്ട്. ആ, ഓക്കെ. ഇപ്പൊ ഈ കാണുന്ന ഡിസൈൻ വയ്ക്കേ, എനിക്ക് ഇതേപോലത്തെ സിമിലർ ഫോണ്ട് തന്നെ വേണമെന്ന് പ്രോംപ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തയ്യാറാക്കി തരും. ഇതുപോലെ ലെറ്റർ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. കറക്റ്റ് അത് തന്നെ കിട്ടൂല്ലെങ്കിൽ ഏകദേശം അതിനോട് അടുപ്പിച്ചൊക്കെ കിട്ടും. അങ്ങനെ ഒന്ന് പരീക്ഷണം നടത്തിയോ? ഓ, ശരി ശരി. ആ. ഓക്കെ. അപ്പോ നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും ചോദിക്കാം. നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ChatGPT-യിൽ ഒരു മലയാളം പോസ്റ്റർ നമ്മൾ ഉണ്ടാക്കും. മലയാളം പോസ്റ്റർ എന്തെങ്കിലും വർക്ക്ഷീറ്റോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കും. സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിനകത്ത് ഫുള്ള് അക്ഷര തെറ്റുകളും മറ്റുമൊക്കെ വരും. ഇറക്കുന്ന എല്ലാം തെറ്റായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജുകളൊക്കെ വരുമ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബി ഏത് ഭാഷ വന്നാലും ഇതേ പ്രശ്നം വരുന്നു. അപ്പൊ അതങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കിപ്പോവാം. ഐ നീഡ് ഐ നീഡ് മലയാളം 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 വർക്ക്ഷീറ്റ് ആണേ. മലയാളം വർക്ക്ഷീറ്റ് ഫോർ സ്റ്റാൻഡേർഡ് 5, 5ാം ക്ലാസ്സിന്റെ ഒരു വർക്ക്ഷീറ്റ് വെറുതെ കൊടുക്കുക. അതിനിപ്പോ തോന്നണ പോലെ അതിന് ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളൊരു വർക്ക്ഷീറ്റ് ഉണ്ടായി തരാം. മലയാളം പ്രവൃത്തി പത്രം ക്ലാസ് 5 വിദ്യാർത്ഥിയുടെ പേര് വായിച്ച് ഉത്തരം എഴുതുക. അതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊന്നും കാണൂലായിരിക്കും. പക്ഷെ AI-യിലോട്ട് ഇമേജിലേക്ക് എത്തുമ്പോഴാണ്. ഉം. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ ഇമേജ് ആക്കാൻ വേണ്ടിയിട്ട് Ctrl+C കൊടുത്ത് പേസ്റ്റ് കൊടുത്ത് ഇങ്ങനെ Ctrl+C എടുക്കണ എല്ലാം വേണ്ടായെങ്കിൽ ഈ ചോദ്യങ്ങളിൽ ഈ ഇപ്പൊ മൂന്നാമത്തെ നാലും അഞ്ചും ഒക്കെ കിടക്കിയിട്ട് നമുക്ക് അത്രയൊന്നും വേണ്ട. എനിക്കൊരു 3 എണ്ണം മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുത്ത് ഇവിടെ ക്രിയേറ്റ് ഇമേജ് കൊടുത്ത് അത്രയും ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു വർക്ക്ഷീറ്റ് കിട്ടും. അതിൽ കുറെ തെറ്റുകൾ ഉറപ്പായിട്ടും കടന്നുകൂടും. ആ തെറ്റുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ കുറേയൊക്കെ പ്രോംപ്റ്റ് വെച്ചിട്ട് നോക്കും. നടക്കാത്തത് ക്യാൻവയിൽ പോയി അവിടെ ഇട്ട് ക്ലിയർ ചെയ്യും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതലും. ഇപ്പം ഒരു പ്രാവശ്യം ഇത് കാണുമ്പോൾ മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം കിട്ടത്തുള്ളൂ. നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്ത് നോക്കണം. കുറേ ചെയ്ത് നോക്കണം. മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടും.
കാണുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അല്ലേ, പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. ഇന്നത്തെ ക്ലാസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ച്. അതാണ് ഇഷ്ടപ്പെടാത്തത് നേരത്തെ അതേ പ്രശ്നം. ഞാൻ അതിനെ ഇവിടെ കൂടെ കൊടുക്കാം, ഏതെങ്കിലും ഒന്നിൽ കിട്ടട്ടെ. ന്യൂ ചാറ്റ്, ഇമേജ്, ക്രിയേറ്റ് ഇമേജ്, പേസ്റ്റ്. ക്യാൻവയെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. ഇതിൽ വന്നേ, ക്യാൻവ എന്ന് പറയുന്നത് ഒരു ഇമേജ് എഡിറ്റിംഗ് ടൂളിൽ തുടങ്ങിയതാണ്. പിന്നീട് അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വന്നു. നമുക്ക് പ്രസന്റേഷൻസ് ചെയ്യാം, വീഡിയോ ചെയ്യാം, AI തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഈ ഇപ്പൊ ഈ ചെയ്യുന്ന ഇമേജ് എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ജനറേഷൻ ഒക്കെ നമുക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് കിട്ടിയത്, ലാൻഡ്സ്കേപ്പ് മോഡലിൽ. ഇതൊന്ന് മതിയെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. വായിച്ച് ഉത്തരം എഴുതുക. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു. അനു എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അവൾ വീട്ടിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കും, തുടർന്ന് സ്കൂളിലേക്ക് പോകും. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമ. അവിടെ ഒരു തെറ്റ് വന്നിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് തിരുത്താം. അവൾ വിശ്വസിക്കുന്നു. അനുവിന്റെ ഒരു നല്ല ശീലം എഴുതുക. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. അതിന് 4 മാർക്ക്. അതൊക്കെ കണ്ടോ, നല്ല രസമായിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ കോപ്പി എടുക്കുകയാണെ, കോപ്പി ഇമേജ് നേരത്തെ അവിടെയൊക്കെ ചെയ്തത് ഇവിടെ ചെയ്ത പോലെ. എന്നിട്ട് നമ്മൾ ക്യാൻവയിലേക്ക് പോകാം. ക്യാൻവ ഗൂഗിൾ എടുത്തിട്ട് ക്യാൻവ കൊടുക്കാം. ക്യാൻവ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഫോണിൽ ചെയ്യുന്നവർ ക്യാൻവയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. നമ്മളിന്ന് രാവിലെ മെസ്സേജ് ഇട്ടിരുന്നു ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. ക്യാൻവ ക്യാൻവ ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ഇൻട്രോ പറഞ്ഞു പോകാം. ക്യാൻവ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഫോട്ടോയും ഇമേജും മറ്റ് ഗ്രാഫിക്സ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാം. പോസ്റ്റർ ഉണ്ടാകാം. പോസ്റ്റർ ഓൾറെഡി അതിനകത്ത് ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം, മലയാളത്തിൽ ചെയ്യാം, എല്ലാ ലാംഗ്വേജിലും ചെയ്യാം. ആദ്യം നമ്മളെ ഇമെയിൽ ഐ ഡി ചോദിക്കും. ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ആവുക. ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ആവുക. ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ആവുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് നോക്കണം, നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് വല്ലതും ഇടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ ക്യാൻവ നല്ലൊരു ടൂളാണ്. നമ്മൾ അധ്യാപകർക്ക് ഫ്രീ ഉള്ള ടൂളാണ്. ഫ്രീ ആയിട്ട് ഇതിനകത്ത് പ്രോ വെർഷൻ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഓലാപ്പിന്റെ ചാനലിനകത്തുണ്ട്. ഞാൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് തരാം. അപ്പോൾ അതിനകത്ത് ഈ എല്ലാ അവർ പറയുന്നതനുസരിച്ച് എല്ലാ ടീച്ചേഴ്സിനും ഈ കാൻവയുടെ പ്രോ വെർഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഇതിനകത്തുണ്ട്. ഒലാപ്പിന്റെ യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ അത് ഷെയർ ചെയ്ത് തരാം. അത് നോക്കി ചെയ്താൽ മതി. നമ്മുടെ സാലറിഡ് ആയിട്ടുള്ള അധ്യാപകരുടെ സാലറി സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. പിന്നെ ID കാർഡ് വെച്ച് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ID കാർഡില്ലേ, അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ B.Ed അല്ലെങ്കിൽ TTC ഒക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് അവർ തരുന്നുണ്ട്. അവരുടെ നിയമാവലിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്തു വെച്ചാലുള്ള ഗുണം. അല്ലെങ്കിൽ ചെയ്യാം, ഫ്രീ വെർഷൻ ആയിരുന്നാലും ഇതിൽ വർക്ക് ചെയ്യാം. പ്രോ ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സഹായകരമായി.
ഇപ്പോ പുതുതായിട്ട് തുടങ്ങിയ ടീച്ചേഴ്സിന് ഇപ്പൊ പ്രോ ആയില്ല, ആക്ടിവേറ്റ് ആയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ പതുക്കെ ചെയ്യാം. പതുക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് അതിൽ ബേസിക് ഫ്രീയിൽ പഠിച്ച് തെളിഞ്ഞിട്ട് അതിലോട്ട് പോയാൽ. ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞു, അതിന്റെ കറക്റ്റ് ആയി കഴിഞ്ഞു. നമ്മള് ക്യാൻവ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ക്യാൻവയുടെ ഒരു ഡെസ്ക്ടോപ്പ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ സ്ഥലത്തോട്ടും പോകുന്നത്. താഴോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അവസാനത്തെ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിലെ പലതും LP ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും ഓലാപ്പിന്റെ ചാനലിൽ വരുന്ന വർക്കുകളൊക്കെയാണ്. ഒരെണ്ണം ഞാൻ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പൊ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇത് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഒരു റീഡിംഗ് കാർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിലൊരു പ്രത്യേക പേജ് ഓപ്പൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാൻവയിൽ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എല്ലാ ദിവസവും. അത് എങ്ങനെ ഇരിക്കും സ്ട്രക്ചർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു മൊത്തത്തിൽ ഉടക്കാണല്ലോ എൻ്റെ അടുത്ത്. അവിടെ ChatGPT പിണക്കമായിരുന്നു, എന്താ ഇതുവരെ വന്നില്ല. കാരണം ജെമിനിയാണ് എനിക്ക് തയ്യാറാക്കി പോകുന്നത്. ഇവിടെ ഇത് തന്നെ അവസ്ഥ. ആ, എന്താ അത് വരുമ്പോ നമുക്ക് നോക്കാം, സമയം പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാണുന്നതൊക്കെ ഇങ്ങനത്തെ വർക്കുകൾ നമ്മൾ ചെയ്തിടുന്നതാണ്. ഇതൊരു ഡെയിലി ഒരു 5 ദിവസം വെച്ച് 5 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ദിവസവും ഇടുന്ന ഒരു സംഭവം, എല്ലാ ദിവസവും വർക്കിംഗ് ഡേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതും വന്നില്ല, പോട്ടെ. വന്നു. ഇത് കണ്ടല്ലോ, ഇത് ഫസ്റ്റ് ഷീറ്റാ, ആദ്യത്തെ ഷീറ്റ്. ഈ കാണുന്ന വെള്ള ബൗണ്ടറിൽ വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് ഫയൽ. ഇത് ഒന്നാമത്തത്. താഴോട്ട് വരുമ്പോൾ കാർഡ് 2 കാണും, കാർഡ് 3 കാണും. കണ്ടോ, ഒരു ഷീറ്റ് കാണാം. ഷീറ്റിന്റെ പുറത്ത് നമ്മൾ വർക്ക് ഫയൽ കൊണ്ടുവച്ച് അതിനാവശ്യമുള്ള മറ്റു കാര്യങ്ങൾ, തിരുത്തലുകളൊക്കെ നമ്മൾ ഇതിനകത്താണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് പേജുകൾ കാണും. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എത്ര പേജ് ഉണ്ടെന്ന് പറഞ്ഞുതരാം. പേജ് ഇവിടെ, ഇവിടെ ഉണ്ട് പേജ് 4, പേജ് 5, പേജ് 14. അങ്ങനെ 22 ഡേയ്സ് ആയിട്ടുണ്ട്. 22 ഡേയ്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കോൺവെർസേഷനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഫയൽ എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് എന്താണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ക്യാൻവയിൽ ചെയ്യുന്ന ഡോക്യുമെന്റ് ഒത്തിരി പേജുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു പേജ് മാത്രമേ കാണും. നമ്മുടെ സൗകര്യം പോലെയാണ് കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഞാൻ താഴെ താഴെ അയച്ചു തരും. പിന്നെ ഇത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാനുമുള്ള സൗകര്യം ഉണ്ടാവും. ഒരു 20-30 ദിവസമൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി ആ വിഷയമൊക്കെ ഇവിടെയാണ്. നമ്മൾ വീണ്ടും ഒന്നേന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്നത് എഡിറ്റിംഗ് എഡിറ്റിംഗ് ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ആ ക്യാൻവയിൽ പ്ലസ് മുകളിലൊരു ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരേണ്ടത്. എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുണ്ട്, പ്രസന്റേഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം, ഡോക്യുമെന്റ്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരെണ്ണം എടുത്തങ്ങ് പഠിക്കാം. സോഷ്യൽ മീഡിയ എടുക്കാം. യൂട്യൂബ് തമ്പനെയിൽ. ഇതൊരു സൈസാണ്. യൂട്യൂബ് തമ്പനെയില് ഞാൻ മൗസ് ഓവർ ചെയ്തപ്പോൾ 1280 720 എന്നൊക്കെ പറഞ്ഞൊരു സൈസ് കാണിച്ചു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, അത് ഓപ്പൺ ആയി വരും. തമ്പനെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, യൂട്യൂബിൽ ഫസ്റ്റ് നമ്മൾ കാണൂലേ, അപ്പോൾ ഒരു ഇമേജ് കാണിക്കും. നമ്മൾ അട്രാക്ട് ചെയ്ത് അതിലോട്ട് വീഡിയോയിലോട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ് തമ്പനെയിൽ. അതിന്റെ സൈസാണ് 1280 720. അപ്പോൾ നമ്മൾ ആ സൈസിൽ നമുക്കൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് നമ്മുടെ ജെമിനി ഉണ്ടാക്കി തന്ന ഈ കണ്ടന്റിനെ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് പഠിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു സൈസ് വേണമെന്നേ ഉള്ളൂ, അത് ഇന്ന വേണമെന്നില്ല. ഉണ്ടല്ലോ, ആദ്യം വരുമ്പോൾ ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും. ഈ ക്യാൻവ ഇപ്പൊ എൻ്റെ അടുത്ത് ഈ സൈഡിൽ ചോദിക്കും, ചേട്ടന് ഏത് ഡിസൈൻ വേണം, ഇത്രയും ഡിസൈൻ എൻ്റെ കയ്യിലുണ്ട്, ഇതിൽ ഏത് ഡിസൈൻ വേണമെന്ന് ചോദിക്കും. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്, ഇതിനെ ടെംപ്ലേറ്റ് എന്നാ പറയാം, ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ടെംപ്ലേറ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അത് ഇവിടെ വന്ന് കണ്ടോ, ഇവിടെ കിട്ടും. ഇനി എന്ത്, നമുക്ക് ജോലി എളുപ്പമായി.
ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ പേരൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ റീനെയിം ഒക്കെ ചെയ്യുന്ന ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അടിക്കും. അങ്ങനെയൊക്കെയാണ് എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നത്. നമ്മളതല്ല പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ AI ആണ് പഠിക്കുന്നത്. AI വെച്ച് നമ്മൾ ചെയ്ത ഇമേജിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തും. അതെങ്ങനെയാണ് നാം പഠിക്കുന്നത്. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തയ്യാറാക്കിയ AI കൂടെ കൊണ്ടുവരും, പേസ്റ്റ് ചെയ്യും, അതിനാവശ്യമായ സൈസിലോട്ട്. Ctrl+C ഇവിടെ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്തതേ ഉള്ളേ. അതിനകത്ത് വേറെ സംശയത്തിന് ഒരു ഇതുമില്ല. നിങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? 43 പേര് ഉണ്ടെന്ന് ധാരണയിൽ ഞങ്ങൾ പോവേണേ. സ്പീഡ് കൂടുകയോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അഹങ്കാരിയോ. അനു എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കടമയാണ്. ഉണ്ടോ? ഇവിടെ നമുക്ക് തിരുത്താനുണ്ട്. ഈ മലയാളത്തിന്റെ അമ്മായിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യം ഇതിൽ തുടങ്ങാം. മലയാളത്തിന്റെ അമ്മ, പ്രവൃത്തി പത്രം. അപ്പൊ ഫോണിൽ ചെയ്യേണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യും. മലയാളം ഷീറ്റ്. ഇറ്റ വരാൻ ഇത്തിരി പാടാണ് കേട്ടാ. ആ, വർക്ക്ഷീറ്റ്. ടി അടിച്ചതും ഇറ്റ. വർക്ക്ഷീറ്റ്. മലയാളം വർക്ക്ഷീറ്റ്. അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കും. മലയാളം വർക്ക്ഷീറ്റ് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഈ മലയാളത്തിന്റെ പുറത്ത് അതെങ്ങനെ കൊടുക്കാം? അതിനു വേണ്ടി ഇവിടെ ഈ സൈഡിൽ വരുമ്പോൾ ടെക്സ്റ്റ് ഉണ്ട്. എന്തുണ്ട് ടീച്ചേഴ്സ്? ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സൈസുകൾ കാണിക്കും. ആഡ് എ ഹെഡിങ്, ആഡ് എ സബ് ഹെഡിങ്, അങ്ങനെയൊക്കെ. അല്ലെ ഏതെങ്കിലും ഇച്ചിരി വലിയൊരു ഹെഡിങ് എടുക്കുക, അതിനകത്ത് പേസ്റ്റ് ചെയ്യുക, മലയാളം വർക്ക്ഷീറ്റ്. ഇവിടെ കൊണ്ട് ഇങ്ങനെ വയ്ക്കണം. ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇനി കൂടുതൽ ശ്രദ്ധിച്ചോണേ. കൊണ്ട് ഇങ്ങനെ വയ്ക്കും. മലയാളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ AI ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ കൊണ്ട് ഇങ്ങനെ പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന അക്ഷരം കൊണ്ട് ഡിസ്റ്റർബാണ്, വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈ ഞാൻ കൊണ്ടുവന്ന ടെക്സ്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല. ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ ക്യാൻവാസ്, സാൻസ്, സൈസ് അങ്ങനെ കാണിക്കും. വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണിക്കില്ല. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണിക്കും. വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കില്ല. അതിന്റെ അർത്ഥം ഇവനെ ഈ മലയാളം വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ആണത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നിറം മാറ്റാൻ പറ്റണം, സൈസ് മാറ്റാൻ പറ്റണം, ബോൾഡ് ഇറ്റാലിക് മാറ്റാൻ പറ്റണം. ഒക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. പുതിയ കാര്യമല്ല. എന്നാൽ പുതിയ കാര്യം വരുന്നത് എഫക്ട്സിലാണ്. എഫക്ട്സ്. എഫക്ട്സ് എടുക്കുക, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. എഫക്ട്സ് എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പൊ ഒരു മഞ്ഞ കളർ ഇവിടെ കിട്ടും. മഞ്ഞ കളർ. ഈ മഞ്ഞ കളറിന് ഇവിടെ വന്നിട്ട് ഈ മഞ്ഞയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന ഒരു ചന്ദന കളറൊക്കെ ആവില്ല. അതിനെന്താ ഈ ആഡ് എ ന്യൂ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഡ്രാഗ് ചെയ്തൊക്കെ ഏതാണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ അവിടെ കളർ മാറുന്നതായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. എളുപ്പ വഴിയും കൂടെ പറഞ്ഞു. ഇത് പാടുള്ള വഴി. ഇങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു പാടുള്ള വഴിയാണ്. എളുപ്പ വഴി വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു കളർ പിക്കറുണ്ട്. ഈ കളറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പണ്ട് മഷി ഒക്കെ ചെയ്ത പിക്ക് എ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പായി. നമുക്ക് ഇപ്പൊ അറിയാൻ പോലും പറ്റണം. മലയാളം വർക്ക്ഷീറ്റ് കണ്ടല്ലോ. കണ്ടല്ലോ, എല്ലാരും കണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് കളറും ഇവിടെ ഞാൻ ഈ എഫക്ട്സിലാണ് ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയത്. ഒരിക്കലും കൂടെ പറയില്ലേ, പേടിക്കണം. എഫക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡ്രോപ്പ് ഗ്ലോയുടെ താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അങ്ങനെ കാണിക്കും. ആ
ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് യെല്ലോ കളർ, ഈ റൗണ്ട്നെസ് ഉണ്ട്, സ്പ്രെഡ് ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്. അതിനോടൊപ്പം അതിനോടൊപ്പം ഈ കളർ പിക്കറും കൂടെ എടുക്കുക. ഇത്രേ ഉള്ളൂ. നോക്കൂ, കറക്റ്റ് ആയില്ലേ? ആ എഫക്ട്സിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ സ്പ്രെഡ്നെസ് വേണമെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കാം. ഇങ്ങനെ അവിടെ തട്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ സ്പ്രെഡ് കുറയ്ക്കാം. റൗണ്ട്നെസ്സിലൊക്കെ ചെറിയ വ്യത്യാസം വരുത്തുമ്പം പിന്നെ ട്രാൻസ്പെറൻസി മാറ്റണം. ഉള്ളിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഒരു കൂടെ പറയട്ടെ. ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ഇതിൽ കുറേ ടെക്സ്റ്റ് ബോക്സുകളൊക്കെയാണ്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഏതെങ്കിലും നമ്മുടെ കൈവാക്കിന് കിട്ടുന്ന ഒരെണ്ണം എടുക്കുക. അപ്പൊ ആ കൊടുത്തതിന്റെ ഇപ്പൊ ആഡ് സബ് ഹെഡിങ്ങിന്റെ സൈസിലാണ് കിടക്കുന്നത്. 30 അതിന്റെ സൈസ്. ഒരെണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, അതിനകത്ത് ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. മലയാളം വർക്ക് ഷീറ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. അല്ല, ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ? എല്ലാവരും കണ്ടല്ലോ? സൈസ് ആവശ്യമുള്ള കൂട്ടുക. ഓക്കെ, എന്നിട്ട് എഫക്റ്റിലാണ് ഇത് കിടക്കുന്നത്. ഈ സൂത്രം കിടക്കുന്നത് എഫക്റ്റിലാണ്. ബാക്ക്ഗ്രൗണ്ട് എടുത്ത് എന്നിട്ട് നമ്മൾ അതിനകത്ത് ഈ ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിലെ ഈ സ്പ്രെഡ്നെസ് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വരും. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തം ആയതുകൊണ്ട് ഒരേ കളർ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വൈറ്റ് കളർ ആണെങ്കിൽ വൈറ്റിൽ ബ്ലാക്ക് കൊണ്ട് നേരെ വയ്ക്കാം, നോ ഇഷ്യൂ. അപ്പൊ ഇതുപോലെ ഈ ഓരോരുത്തരുടെയും കടമയാണ് എന്നുള്ളതൊക്കെ നമുക്ക് തിരുത്താൻ സാധിക്കും. സംശയങ്ങളുണ്ടോ? ക്യാൻവയിൽ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങളോടൊപ്പം ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരട്ടെ. സാർ അതിൽ കളർ പിക്കർ എന്നുള്ള ഓപ്ഷൻ എവിടെയൊക്കെ എടുക്കണമെന്ന് പറയാമോ ഒന്നുകൂടെ? യെസ് യെസ്, ഇതൊക്കെയാണ് എനിക്ക് ആവശ്യം. എഫക്ട്സ് എഫക്ട്സ് എടുക്കുക, കളർ എടുക്കുക. കളർ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു പ്ലസ് കാണിക്കും, പിക്ക് എ കളറും ചോദിക്കും. അപ്പൊ അതിൽ പിക്ക് എ കളർ എടുക്കുക. പിക്ക് എ കളർ എടുത്തിട്ട് ഇങ്ങനെ അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം കാണിക്കുമല്ലോ. ഇവിടെ കൊണ്ടുവന്നു ഏത് കളറാണ് വേണ്ടത് അത് കൊണ്ടുവന്നു ക്ലിക്ക് ചെയ്ത് അവിടെ വരും. കേട്ടോ? വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്തുതരാം. ഞാൻ ഒരുപാട് പേര് ഫോണിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഫോണിൽ ചെറിയ വ്യത്യാസമൊക്കെ കാണും. ഫോണിൽ അത് എവിടെ കിടക്കുന്നതൊന്നും പറഞ്ഞുതരാം. ആ, ഫോണിലാണ് ചോദിച്ചത്. ഫോണിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ. ഉം, ഉം, ഉം. ഞാനൊന്ന് ഫോൺ ഓപ്പൺ ആക്കി. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നു. ഹോ, ഉം, ഉം, ഉം. It's taking longer than expected. Do not maybe check your internet connection. വൈഫൈ ആണ്.
ഫോണിൽ എന്തോ ഇഷ്യൂ ആയിരുന്നു കേട്ടോ, ഫോൺ ആവുന്നില്ല. രക്ഷയില്ലല്ല ടീച്ചേഴ്സിന്റെ ഫോണില് ലോഡ് ആവുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ? ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? അതായത് ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴേ ഈ എഫക്ട്സ്. സർ, അതില് ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം എഫക്ട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പം അതിന് മുകളിലായിട്ടൊരു ഒരു ചെറിയ 3 വരയും ഒരു കുഞ്ഞു കുത്തായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആണ് ഈ റൗണ്ട്നെസ്സും സ്പ്രെഡും ട്രാൻസ്പെറൻസി ഒക്കെ കിട്ടുക. അതില് താഴെ ഈ സെയിം കമ്പ്യൂട്ടറിലുള്ള പോലെ തന്നെ ഒരു യെല്ലോ റൗണ്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവും. കളർ പിക്കർ കിട്ടും. അത്ര. ഞാനൊന്ന് ഫോണിലൊന്ന് ലോഗിൻ ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടേ, ക്ലിയർ ആയിരിക്കും. Recording in progress. കേൾക്കാവോ ശബ്ദം? കേൾക്കാമോ ടീച്ചേഴ്സ്? കേൾക്കാം. മൊബൈൽ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഞാൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ മാറ്റുന്നു. സ്ക്രീൻ വരുന്ന കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, അത് അത്രയും. ഞാൻ ഈ ചെയ്ത ഫയൽ ഒന്ന് ഓപ്പൺ ആക്കിയാണ്, യൂട്യൂബ് തമിഴ്. അതിനകത്ത് തന്നെ പറയുമ്പോൾ എളുപ്പം ഉണ്ടാവുമല്ലോ. It's taking longer than expected. നോക്കാം, വേറെ ചെറിയ ക്രിയേറ്റ് ന്യൂ. എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആയി വന്നെങ്കിൽ മതിയായിരുന്നു. ഈ ലൈവ് ക്ലാസ് ഭയങ്കര പ്രശ്നമാണതാണ്. ഈ ഇഷ്യൂ ഇവിടെ ഉണ്ട് സാർ, ഇതിലുണ്ട്, മൊത്തത്തിലുള്ളതെന്ന് തോന്നുന്നു. ഫോണിൽ എല്ലാവർക്കും പ്രശ്നമാണല്ലേ? ഉണ്ട്. കുറച്ച് ജാമായിട്ടിരിക്കുന്നു ഇത്ര നേരം. പക്ഷെ ഏതോ ഒരു ടീച്ചറിന് കിട്ടിയെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്തായിരുന്നാലും നിങ്ങളത് ട്രൈ ചെയ്യൂ. ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കിട്ടി. യെസ്, കിട്ടിയവരുണ്ട്.
അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇന്നത്തെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ ഏം, ഈ മലയാളത്തിൽ ചെയ്യുന്ന AI വെച്ച് ചെയ്യുന്ന ആ വർക്കുകളെ നമുക്ക് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. നടക്കില്ല.